നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് ഒട്ടും പുളിയില്ലാത്ത വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. പച്ചരി 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് രാത്രി അരച്ച് വെക്കാറാണല്ലോ പതിവ്. ഇതിങ്ങനെയല്ല ചെയ്യുന്നത്. പച്ചരി കുതിർത്ത് വെക്കാൻ മറന്നു പോയെങ്കിലോ രാത്രിയിൽ അരയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിലോ ഒന്നും വിഷമിക്കേണ്ട, ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അരിപ്പൊടിയിലല്ല ചെയ്യുന്നത്. ഈ റെസിപ്പിയിൽ ഞാൻ എടുക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ്, എടുക്കുന്ന സമയം, കുറേ ടിപ്സ് കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. 250 ml 2 കപ്പ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർക്കുക. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരണം. വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുത്തുകൊണ്ട് വരണം. ഇനി അതേ 250 ml കപ്പിൽ തന്നെ 1/4 1/2 കപ്പ് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് 1.5-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. മധുരത്തിന് ഇത് പോരാ, പിന്നീട് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. നല്ല ഈസ്റ്റ് ആയിരിക്കണം. എക്സ്പയറി ഒന്നും കഴിയാത്തത് എടുക്കണം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1/2-3/4 ടീസ്പൂൺ ഈസ്റ്റ് മതിയാകും. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർക്കണം. അതിൽ 1 കപ്പ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൂടെ ഒഴിക്കുകയാണ്. ഇനി വെള്ളം ഇതിൽ ഒഴിക്കത്തേയില്ല. ഈ ഒരളവ് കറക്റ്റാണ്. ഇപ്പം മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട്. അരി കഴുകിയിട്ട് ഊറ്റിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം ഊറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരളവ് കറക്റ്റാണ് വെള്ളത്തിൻ്റെ. ഇനി ആ പഞ്ചസാര ഒക്കെ അലിയണ ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് നിരത്തി വെക്കുക. ഒന്ന് ലെവലാക്കി വെക്കുക. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് 2-3 ഐറ്റം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാത്രിയിൽ ഒരു 10 മണിക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് കുറഞ്ഞത് 8 മണിക്കൂർ നേരത്തേന് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേന് തുറന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂറിനുള്ളിൽ തന്നെ ഈസ്റ്റൊക്കെ നല്ലതായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടാകും. ഇതിനി ഒത്തിരി ഇട്ടൊന്നും ഇളക്കൊന്നും വേണ്ട. ഇതിലോട്ട് 2-3 ഐറ്റം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അത് ചേർക്കാം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതേ വെള്ളം തന്നെയാണ്, കുറവൊന്നുമല്ല, കറക്റ്റാണ്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചോറ് ചേർക്കുക. ആ കപ്പിൽ ചോറൊന്ന് അമക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കണം. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോഴാണ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകുന്നത്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി ഒരു 4-5 ഏലക്കായുടെ കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുക. ഇനി പഞ്ചസാര ചേർക്കുക. ഒരു 1/4 കപ്പ് ചേർക്കുക. പച്ചരി കുതിർക്കാൻ നേരം അല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ, മറക്കാതെ ചേർക്കുക. ഈസ്റ്റ് നല്ലവണ്ണം ആക്റ്റീവ് ആകാൻ വേണ്ടി ചേർത്താണ്. ഇത് പാകത്തിനുള്ള മധുരമാണ്. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ പഞ്ചസാര കൂടുതൽ ചേർക്കുക. ഇനി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. ആ ചോറൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം. ഇനി ഇത് അരച്ചെടുക്കണം. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ദോശമാവ് പരുവത്തിൽ. ഇത് 2 ബാച്ചിലും വെള്ളം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ വെള്ളത്തോടു കൂടി കോരിയെടുത്തുകൊണ്ട് അരച്ചെടുക്കുക. തേങ്ങ തിരുമ്മി എടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം ഇല്ലാതെ തിരുമ്മി എടുക്കുകയാണെങ്കിൽ അപ്പത്തിൻ്റെ ആ ഒരു വെള്ള കളറ് നഷ്ടപ്പെടാതിരിക്കും. അതുപോലെ തേങ്ങ കുറച്ച് എളുപ്പമായിട്ടുള്ള തേങ്ങ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ദമ്മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊഴിച്ച് വെക്കുന്ന പാത്രം കുറച്ച് വലിപ്പമുള്ളതായിരിക്കണം, മൂടിയുള്ളതായിരിക്കണം. അതായത് മൂടി വെച്ചിരിക്കുന്ന അടപ്പ് പാത്രം ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറുന്ന മൂടിയായിരിക്കരുത്. നല്ല സെറ്റായിട്ടുള്ള മൂടിയുള്ള പാത്രം എടുക്കുക എന്ന്. പിന്നെ രാവിലെയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ തലേദിവസം വെച്ച ചോറായിരിക്കും ചേർത്തരയ്ക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലായിരിക്കും ആ ചോറ് വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ തണുപ്പോട് കൂടി തന്നെ ഇതിനകത്തോട്ട് ഇടരുത്. അഥവാ തണുപ്പുള്ള ചോറാണെന്നുണ്ടെങ്കിൽ
അല്പം ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ചോറൊന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലവണ്ണം വെള്ളം കളഞ്ഞെടുത്തിട്ട് ചേർക്കുക. 2 ബാച്ചും അരച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കണം. ഇനി ഇത് പൊങ്ങാൻ വേണ്ടി മൂടി വെക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടി വന്നാൽ മതിയാകും. നല്ല ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡബിളായിട്ട് ഇത് പൊങ്ങി വരും. അഥവാ നല്ല തണുപ്പുള്ള സമയമാണ് 1.5-2 മണിക്കൂർ കൊണ്ട് നമുക്കിത് പൊങ്ങിക്കിട്ടണം എന്നുണ്ടെങ്കിൽ കുക്കറുണ്ടല്ലോ, വലിയ കുക്കർ 5-10 ലിറ്റർ കുക്കർ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇത് മൂടിയോടുകൂടി തന്നെ ഈ പാത്രം ഇറക്കി വെച്ചാൽ മതിയാകും. ഈ മാവ് ഇറക്കി വെക്കുക. 1.5 മണിക്കൂർ കൊണ്ട് നല്ലോണം പൊങ്ങിക്കിട്ടും. ഇല്ലെങ്കിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഹൈ പവറിലിട്ട് ഒരു 3 മിനിറ്റ് നേരം ചൂടാക്കുക. അതിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതിയാകും. വിറകടുപ്പൊക്കെ സ്ഥിരം കത്തിക്കുന്ന ആ പാതകം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ വെച്ച് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊങ്ങിക്കിട്ടും. അല്ലെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. ഇല്ലെങ്കിൽ വലിയ കുക്കറിൽ ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇറക്കി വെച്ചിട്ട് മൂടിയോടുകൂടി തന്നെ ഈ മാവ് ഇറക്കി വെച്ചാലും പൊങ്ങിക്കിട്ടും. ഇതെല്ലാം നല്ല തണുപ്പുള്ള സമയത്തുള്ള ടിപ്പുകളാണ്. നല്ല സമ്മർ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെൻഷനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഇപ്പോൾ എൻ്റെ ആ മാവ് പൊങ്ങിക്കിട്ടിയത് കണ്ടല്ലോ, 1.25 മണിക്കൂറേ എടുത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാവ് ഇളക്കരുത്. ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. എന്നിട്ട് ചുട്ടെടുക്കാവുന്നവരുള്ള ടിപ്പെന്ന് പറയുന്നത്, ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രവും ചൂടായി വെള്ളവും ചൂടായതിന് ശേഷം മാത്രം എന്താ മാവ് ഒഴിക്കുക. ഒത്തിരി കനത്തിൽ വരുന്ന രീതിയിൽ ഒഴിക്കേണ്ട, പാത്രത്തിൻ്റെ പകുതി മാത്രം മാവ് ഒഴിച്ചാൽ മതിയാകും. ഞാനിവിടെ അരച്ചെടുത്തത് ഇതുപോലെ 2 പാത്രത്തിൽ അപ്പം ഉണ്ടാക്കാനുള്ള മാവാണ്. മാവ് ഒഴിച്ച ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം, ഒരു 7 മിനിറ്റ് 8 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. ഇതിന് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. ആ ഒരു പകുതി സമയം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. ബാക്കിയുള്ള സമയം കുറച്ചിടുക. ഒരു 3/4 വെന്തതിന് ശേഷം എന്താ ഇതുപോലെ കിസ്മിസോ നിങ്ങൾക്ക് കാഷ്നട്ടോ എന്തെങ്കിലുമൊക്കെ അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ അലങ്കരിക്കാം. ഒന്ന് സെറ്റായതിന് ശേഷം വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ താന്നു പോകും. ഒരു തട്ട് എടുത്തതിന് ശേഷം 2ാമത്തെ തട്ട് വെക്കുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം. എനിക്കിതൊരു 12-13 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടി ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്കോ വെച്ച് ഒന്ന് കുത്തി നോക്കുക. വേകാനുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതങ്ങനെയൊന്നുമില്ല, ക്ലീൻ ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ ഒഴിക്കുന്നതിൻ്റെ കനമനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാകാം. വേകുന്ന ടൈമിൽ കഴിവതും നിങ്ങൾ ഒരുപാട് കനത്തിൽ ചെയ്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല സോഫ്റ്റായിരിക്കും. ഒരുപാട് ടിപ്സ് ഇതിനിടയ്ക്കിടയ്ക്കായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. മധുരം മാത്രം നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. മാവ് അരച്ച് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറച്ച് മുന്നേ നിൽക്കുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോഴാണ് ആവി കയറി കഴിഞ്ഞും മധുരം കറക്റ്റായിരിക്കും. ഇതിന് മധുരം ഒരല്പം മുന്നേ നിന്നാൽ പോലും നോൺ വെജ് കറിയുടെ കൂടെ ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. താല്പര്യമുള്ളവർക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.